നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യാന്ന്? ഞാൻ ഒരു 1 മില്യൺ അടിക്കുന്ന സ്വപ്നമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 1 മില്യൺ ഉള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ചാടി എണീക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഊർജ്ജസ്വലതയുണ്ടെന്ന്, എത്രമാത്രം ഹൈലി മോട്ടിവേറ്റഡ് ആണെന്ന്. ആത്മവിശ്വാസം നിന്റെ കൈ മുതൽ. താടി വടിക്കണോ? അല്ലേ വേണ്ട. എൻ്റെ എഫേർട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു, ചായ കുടിച്ചുകൊണ്ട് ആലോചിച്ചു, ഞാൻ കുറേ നേരം ചുമ്മാ ഇരുന്ന് ആലോചിച്ചു. എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നാ ചിന്തിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്നല്ലേ. അത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പലതായിട്ട് ചിന്തിച്ചു, കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. അകത്തിരുന്നപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും പുറത്ത് വന്നപ്പോഴത്തേക്ക് സീൻ മാറി. കുറച്ച് വെയിലടിച്ചതിൻ്റെ എന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ 1 മില്യൺ ഐഡിയ ഉണ്ട്. ഞാൻ വന്ന് ആദ്യം തന്നെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി അങ്ങ് കാണിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ യൂട്യൂബിൽ വൈറലാകാം, ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഞാൻ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ തൊപ്പി എടുത്ത് എൻ്റെ തലയിലും വെച്ചിട്ട് ഒരു മാസമായിട്ടൊരു നടപ്പും കിടന്നു. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് പാഞ്ഞ് നേരെ കവല വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ ഹൈലി മോട്ടിവേറ്റഡ് ആയിരുന്നു. എൻ്റെ മോട്ടിവേഷൻ ഇത്തിരി കുറഞ്ഞെങ്കിലും ഞാൻ നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് അങ്ങ് പോകുന്നു. സാധാരണ ഇങ്ങനെ മോട്ടിവേഷൻ കുറഞ്ഞ സമയത്ത് ഞാൻ ഇത്തിരി കഞ്ഞി അങ്ങ് കുടിക്കും, അപ്പോൾ ആ ഉള്ളങ്ങ് നിറയും. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാനും വെച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറ എടുത്തുകൂടെ. അങ്ങനെ കഞ്ഞി കുടിച്ച് തീർന്നതും എനിക്കൊരു കോളിങ് വന്നു. ഇപ്പൊ തന്നെ വല്യമ്മയുടെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ കുറച്ച് ചെത്തുകളിൽ ഇരിപ്പുണ്ടെന്ന്. ഒരു നിമിഷത്തേക്ക് ഞാൻ വ്ലോഗൊക്കെ മറന്നുപോയി. എന്നും കൂടെ കൂട്ടായിരുന്നു. മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. താങ്ങ് വയ്ക്കോ, ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക. പിന്നില്ലേ അങ്ങനെ ഞാൻ വീണ്ടും മാസിട്ട് വീണ്ടും കണ്ടന്റിന് വേണ്ടി ഇറങ്ങി. ഇപ്രാവശ്യം നേരത്തെ പോലെ അല്ല, ഇപ്രാവശ്യം ഞാൻ എല്ലാം കരുതി കൂട്ടി തന്നെ പോണം. എടാ, ഒറ്റ ദിവസം കൊണ്ട് വൈറലാകാൻ വേണ്ടി എന്നാ ചെയ്യാൻ പറ്റണേ? ഒറ്റ ദിവസം കൊണ്ട് വൈറലാണോ? ആ, നിനക്ക് ഭ്രാന്തായടാ പന്നി. ഭയങ്കരമായ ആള്. വേണ്ടദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. കുളിയെങ്കിൽ കുളി. ഇനി കുളിക്കാത്തോണ്ട് വൈറലാകാണ്ടിരിക്കണ്ട. നമ്മളൊരു വ്ളോഗറല്ലേ ഗൈസ്, ഒന്നും കാണിച്ചില്ലെന്ന് വേണ്ട. ഈ പാലത്തിൽ നിന്നാണ് ആ പോലീസുകാരനെ ഷാജി പാപ്പനെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടുന്നത്. ജീവൻ വേണോ അടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ സത്യം വിട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് എത്ര വലിയൊരു അറിവാണ് തന്നത്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പള്ളിച്ചട്ടമ്പി, അല്ലു അർജുൻ അഭിനയിച്ച ആര്യ, ആ പാലൊക്കില്ലേ, ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. താഴെ അവിടെ കണ്ടോ? ഇവിടെ നല്ല ആയതുകൊണ്ട് ഇവിടെ കാലുകുത്തുണ്ടായിരുന്നു. ഇതെന്തൊരു ജന്മോ? ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? എവിടെ നീ അടിക്കോ? ഒരു പക്ഷി പറഞ്ഞോണ്ട പശി 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 എവിടുന്നാ? അപ്പൊ തുണി വിടാ, ചാറാപ്പൂ. ജെല്ലി ഫിഷോ? വയറിട്ട് ഒന്നാ തുപ്പിക്കളഞ്ഞ വെള്ളം, വയറിട്ട് ഒന്നര വെള്ളം തുപ്പിക്ക്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ.
ഇന്ന് വയറിലാവാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ ആ കാണുന്ന പാലത്തിന്റെ മണ്ടേനെ എടുത്ത് ചാടാ അട്ട് ആ കാണുന്ന തൂണില്ലേ അവിടെ കയറിയിരിക്കും. പിന്നല്ല ഇവിടുന്ന് എല്ലാരും എടുത്ത് ചാടാറില്ല. നമുക്ക് ചാടാന്ന് നീ ചാടാതല്ലേ പറഞ്ഞേ ചാട്. ഇതൊക്കെ എന്ത് നീ ബസ്സിലായിട്ട് കാണിക്കലയാ. നീ ചാടിയിട്ടൊക്കെ കയറി ഇരിക്കണം. നീ ചാടുന്നത് എന്താ? ഇവിടെ ഉണ്ട് സാധനം ഉണ്ട്. എടി ഇതേ ചാടാ. അയ്യോ നേരെ സിമ്പിളാണ് നീ ചാടാ. A few moments later. ഞാൻ എന്റെ വഴിക്ക് പോകട്ടോ. എങ്ങനെ നന്നായിട്ട് കിട്ടണം. ഇതോടെ തീരുവാ. ചാറായിട്ടുണ്ണി ഒടിയോ സ്വന്തം കഴുപ്പില് സ്വന്തമായിട്ട് മുക്കിക്കൊന്നും വരിക. ഇവനെ ഒന്ന് കരക്കെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര പൊക്കിയിട്ട് ഇവൻ മുകളിലോട്ട് വരുന്നില്ലായിരുന്നു. ഇവനാണെങ്കിൽ അവിടെ കിടന്ന് പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവനെ ഒന്ന് കരക്കെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പെടാപ്പാട് വിട്ടു. വെള്ളത്തിലുള്ളവ മുകളിലോട്ട് വന്നില്ലെങ്കിലും കരയിൽ നിൽക്കുന്ന ഒരുത്തും താഴത്തോട്ടങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ നേരം നിന്ന് ആസ്വദിച്ചു. എന്താ രസം. സെറ്റപ്പ് ഓക്കെ ആണല്ലോ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഇന്നത്തെ ദിവസത്തെ വൈറൽ ചലഞ്ച് ചെയ്ത് വൈറലാകുമെന്ന മോഹമായി ഞാൻ വീണ്ടും കരയിലോട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദിയുള്ളവനാണ്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? വരട്ടെ.